നമസ്കാരം സോമേഷ്. നമസ്കാരം. മാഷ് ഒരു കവിയാണ്, നോവലിസ്റ്റാണ്, ലേഖനങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട്, അധ്യാപകനാണ്, ഗവേഷകനാണ്, ഒരു ബഹുമുഖ പ്രതിഭ എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള പോലെ ഒരു സാന്നിധ്യമാണ് മാഷ് മലയാള സാഹിത്യത്തിൽ. സ്വാഗതം. മാഷ് പുതിയ കവിതയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്, അത്രമേൽ ആർദ്രമായി. അതെ. മാഷ്ക്ക് എന്താണ് ഈ വായനക്കാരോട് ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറയാനുള്ളത്? അത്രമേൽ ആർദ്രമായി എന്ന ഈ കവിതാ സമാഹാരം എൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ്. ഇതിൻ്റെ തൊട്ടുമുമ്പുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത്, കവിതാ ഗ്രന്ഥം എന്ന് പറയുന്നത് എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ എന്ന പുസ്തകമാണ്. അത് ന്യൂ ജനറേഷൻ പുതിയ വായനക്കാർ സവിശേഷമായ രീതിയിൽ താല്പര്യത്തോടു കൂടി ഏറ്റുവാങ്ങിയ ഒരു പുസ്തകമാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നീട് ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ എഴുതിയ കവിതകളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം. പ്രകൃതിയെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് ഏറ്റവും സംക്ഷിപ്തമായി, ഏറ്റവും ചെറുതായി നമ്മളെന്താണോ പറയാൻ വിചാരിക്കുന്നത്, ആളുകൾ പറയാൻ വിചാരിക്കുന്നത്, അത് ഭാഷയുടെ, കാവ്യഭാഷയുടെ സവിശേഷമായ ആഖ്യാനത്തിലൂടെ, അവതരണത്തിലൂടെ അവതരിപ്പിക്കാനാണ് ഈ പുസ്തകത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. മാഷ് 55 കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത്. KR ഇന്ദുലേഖയുടെ അവതാരിക പ്ലാബില ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ കവിതയെ എങ്ങനെയാണ് മാഷ് വായനക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുക? അതിൽ എൻ്റെ ഒരു കവിതാ രീതി എന്ന് പറയുന്നത് പരമാവധി ചെറിയ ഒരു ഘടനയാണ് അതിനുള്ളത്. അത് ഈ സോഷ്യൽ മീഡിയയുടെ സവിശേഷമായ ഭിത്തിയിൽ പോസ്റ്റ് ചെയ്യാൻ പാകത്തിൽ ഒരു പോസ്റ്റർ കവിതാ രീതിയിലാണ് പലപ്പോഴും ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് കുറേ കവിതകളൊക്കെ പലപ്പോഴും ആളുകൾ പല സന്ദർഭങ്ങൾ, പ്രസംഗത്തിൽ, ക്ലാസ് റൂമിൽ, അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിൽ അതിങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞ് നീയെത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ, അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ എന്ന കവിത വ്യാപകമായ ആളുകൾ സ്വീകരിക്കപ്പെട്ടാണ്. അത് പേര് വെച്ചും പേര് വെക്കാതെയും സ്വീകരിക്കപ്പെട്ടാണ്. മറ്റൊരു കവിത നീ മരിച്ചാൽ എന്നാണ്. നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല, അറിഞ്ഞാൽ തന്നെ ദൂരെയുള്ള നിൻ്റെ വീട്ടിലെത്തണമെന്നില്ല, എത്തിയാൽ തന്നെ നിന്നെ ഒന്ന് തൊടാൻ കഴിയണമെന്നില്ല, ഒന്ന് തൊട്ടാൽ തന്നെ പൊട്ടിക്കരയാൻ സാധിക്കണമെന്നില്ല, കരഞ്ഞാൽ തന്നെ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല, നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ, നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. ഈ 2 കവിതയുടെ തുടർച്ചയായി വരുന്ന കവിതകളാണ് ഈ സമാഹാരത്തിൽ, അത്രമേൽ ആർദ്രമായി എന്ന സമാഹാരത്തിലുള്ളത്. ഒരു കവിത വായിക്കാം. കവിതയുടെ പേര് കഠിനം എന്നാണ്. ശത്രുക്കളെ അത്രമേൽ ഭയപ്പെടേണ്ടതില്ല, എന്നോ മരിച്ചുപോയ പാവങ്ങളാണ് അവർ. ശത്രുക്കളെ അത്രമേൽ ഭയപ്പെടേണ്ടതില്ല, എന്നോ മരിച്ചുപോയ പാവങ്ങളാണ് അവർ. കഠിനമായി സ്നേഹിക്കുന്നവർ അങ്ങനെയല്ല, പേടിക്കണം, എപ്പോഴാണ് അവർ നമ്മളെ ഉപേക്ഷിച്ച് കൊല്ലുക എന്ന് പറയാനാവില്ല. കഠിനമായി സ്നേഹിക്കുന്നവർ അങ്ങനെയല്ല, പേടിക്കണം, എപ്പോഴാണ് അവർ നമ്മളെ ഉപേക്ഷിച്ച് കൊല്ലുക എന്ന് പറയാനാവില്ല. ഈ സമാഹാരത്തിലെ മറ്റൊരു കവിത ഇങ്ങനെയാണ്. മുറിവ് എന്നാണ് കവിതയുടെ പേര്. വെറുപ്പ് ഒരു വന്യമൃഗം തന്നെ, അപ്രതീക്ഷിതമായി ആക്രമിക്കും, കടിച്ചു കുടയും, മാന്തിക്കീറും. വെറുപ്പ് ഒരു വന്യമൃഗം തന്നെ, അപ്രതീക്ഷിതമായി ആക്രമിക്കും, കടിച്ചു കുടയും, മാന്തിക്കീറും. എന്നാൽ ഒരു വെറുപ്പും തന്നിട്ടുണ്ടാവില്ല സ്നേഹം ഏൽപ്പിച്ചതിനോളം ആഴമുള്ള മുറിവ്. എന്നാൽ ഒരു വെറുപ്പും തന്നിട്ടുണ്ടാവില്ല സ്നേഹം ഏൽപ്പിച്ചതിനോളം ആഴമുള്ള മുറിവ്. മാഷ് ഒരു കടലോര ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. മാഷ് പേരിനൊപ്പം കടലാണ് മാഷുടെ ഊര്. സോമൻ കടലൂരാണ്. എന്നാൽ ഈ കടലനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലം പറയാം. അതായത് ഈ പുള്ളിയൻ എന്ന് പറയുന്ന നോവൽ സത്യത്തിൽ എഴുതാനുണ്ടായ ഒരു സാഹചര്യം, എൻ്റെ ഒരു ആത്മകഥയുടെ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ കടൽ എന്ന് പറയുന്ന പ്രകൃതി പ്രതിഭാസം. 580 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന കടലോരം കേരളത്തിലുണ്ടായിട്ടും, കടലോരത്ത് മനുഷ്യവാസം എത്രയോ നൂറ്റാണ്ടുകളായി ഉണ്ടായിട്ടും നമ്മുടെ സാഹിത്യത്തിൽ തിര തുളുമ്പിയിട്ടില്ല, കടൽ ഇരമ്പിയിട്ടില്ല. കടലിൻ്റെ പശ്ചാത്തലമുള്ള നോവലുകൾ മലയാളത്തിലുണ്ട്. പ്രധാനമായിട്ടും ചെമ്മീൻ, അതുപോലെ തിക്കോടിയൻ്റെ ചുവന്ന കടൽ, അങ്ങനെ ഏതാനും വലക്കാർ, സാറ തോമസിൻ്റെ വലക്കാർ തുടങ്ങിയ നോവലുകൾ മലയാളത്തിൽ കടലിൻ്റെ പശ്ചാത്തലത്തിലുള്ള നോവലാണ്.
പക്ഷെ നമ്മുടെ ഭാഷ കൊണ്ട് കടലനുഭവത്തെ, ആഴക്കടൽ മത്സ്യബന്ധനത്തെ, കടൽ കാലാവസ്ഥയെ, കടലിൻ്റെ വന്യമായിട്ടുള്ള ഭ്രമാത്മകമായ അനുഭൂതികളെ ഭാഷ കൊണ്ട് വീണ്ടെടുക്കുന്ന പ്രക്രിയകൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ നോവലിൽ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ മലയാളത്തിലെ എഴുത്തിലേക്ക്, നമ്മുടെ ഭാഷയിലേക്ക് അതിസൂക്ഷ്മമായി കടലിനെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള പരീക്ഷണമാണ്. കഥാപാത്രങ്ങളുണ്ട്, 160ഓളം മനുഷ്യരുണ്ട്, 90ഓളം മീനുകളുണ്ട്. പക്ഷെ അതിലപ്പുറത്ത് കടലിൻ്റെ ഈ സൂക്ഷ്മമായ അനുഭവങ്ങൾ, ഉദാഹരണമായി എത്ര തരം തിരയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 തരം തിരയുണ്ട് എന്നാണ് ഒരുപക്ഷെ ഒരു മറൈൻ ബയോളജിസ്റ്റ് പറയുക. പക്ഷേ എത്ര തരം തിരയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന ഒരു മത്സ്യത്തൊഴിലാളികൾ പറയുക 32 തരം തിരയുണ്ട് എന്നാണ്. ഏറ്റവും ചെറിയ തിര ആമ്പൽ, അത് കഴിഞ്ഞാൽ അഴിക്കൊമ്പൻ, അത് കഴിഞ്ഞാൽ മുകിൽ, അങ്ങനെ പല പല പേരിട്ട് ഈ അനുഭവത്തെ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ കടലിൻ്റെ സൂക്ഷ്മമായ അനുഭവത്തെ ആവാഹിക്കാനുള്ള ഒരു ശ്രമമാണ്. കൂറ്റൻ തിരണ്ടിയെ, 2 വീടിൻ്റെ വലിപ്പമുള്ള കൂറ്റൻ തിരണ്ടിയെ ഒരു ചെറിയ മനുഷ്യൻ കീഴടക്കുന്നതിൻ്റെ ചിത്രമാണ്, അതിൻ്റെ ആഖ്യാനമാണ് ഈ നോവൽ. ഈ നോവൽ പ്രധാനമായിട്ട് ഓർമ്മകളാണ്. കാരണം മീനിന് ഓർമ്മകളില്ല, എത്ര വലിയ മീനാണെങ്കിലും ഓർമ്മകളില്ല. പക്ഷേ മനുഷ്യൻ അയാളുടെ കരുത്താർജിക്കുന്നത് ഓർമ്മകൾ കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഒരു ചെറിയ മനുഷ്യനാണെങ്കിൽ പോലും ചിരുകണ്ഠൻ എന്ന കഥാപാത്രം ഒരു ചെറിയ മനുഷ്യനാണ്, ചെറിയൊരു മത്സ്യത്തൊഴിലാളിയാണെങ്കിലും കടലോരത്തുള്ള മുഴുവൻ ആളുകളുടെ ഓർമ്മകൾ ആവാഹിച്ചിട്ടാണ് ഈ പെരുത്ത മീനിനെ അയാൾ പിടിക്കുന്നത്. ആ രീതിയിൽ അത് സാഹസികമായ കഥയായി നിൽക്കുമ്പം തന്നെ അത് കടലിനെ ഭാഷയിലേക്ക്, സാഹിത്യത്തിലേക്ക്, നമ്മുടെ സാഹിത്യത്തിൻ്റെ നോവലിൻ്റെ ഇതിവൃത്ത ഘടനയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് സുപ്രധാനമായിട്ടും ഈ കൃതിയിൽ നടത്തുന്നത്. ഈ പോസ്റ്റർ കവിതകളെ കുറിച്ച് മാഷ് എഴുതിയിട്ടുണ്ട്. അതിൽ കുഞ്ഞുണ്ണി മാഷ് മുതൽ ഏറ്റവും പുതിയ തലമുറയിലുള്ള കവികളെ പോലും ശ്രീജിത്ത് അരിയൂരിനെ പോലും മാഷ് പരാമർശിക്കുന്നുണ്ട്. അതായത് മാറിയ ഒരു സാഹചര്യത്തിൽ നമ്മളെ സോഷ്യൽ മീഡിയ വന്നു, ആദ്യം കമ്പ്യൂട്ടർ വന്നു, ഇൻ്റർനെറ്റ് വന്നു, അതിൻ്റെ അനുബന്ധമായി സോഷ്യൽ മീഡിയ വന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മുടെ വായനകൾ താരതമ്യേന കുറഞ്ഞു പോവുകയാണ്, ആളുകൾക്ക് സമയമില്ലാത്ത ഒരു സന്ദർഭമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വാട്സപ്പിൻ്റെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ചതുരക്കള്ളി, അതിൽ കൊള്ളാവുന്ന, അതിൽ പേസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു 10 വരിയോ 5 വരിയോ 10 വരിയോ ഒക്കെയുള്ള കവിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൈവരികയാണ്. അപ്പം മിക്കവാറും നമ്മുടെ ആളുകളുടെ ഒക്കെ കയ്യിലുള്ളത് മൊബൈൽ ഫോണാണ്, ആ സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്തായിക്കോട്ടെ, ബാങ്കിൽ കാത്തു നിൽക്കുന്ന സമയമായിക്കോട്ടെ, ബസ് കാത്തു നിൽക്കുന്ന സമയമായിക്കോട്ടെ, വണ്ടിയിൽ സഞ്ചരിക്കുന്ന സമയമായിക്കോട്ടെ, ആ സന്ദർഭത്തിലെല്ലാം ആളുകൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മിന്നി മറിയുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു എന്താ പറയുക, പ്ലാറ്റ്ഫോമിൽ പേസ്റ്റ് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന കവിതകൾക്ക് അതിൻ്റേതായ ചില സ്വഭാവങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ഈ പോസ്റ്റർ കവിത എന്ന് പറയുന്ന ഒരു സവിശേഷമായ സാങ്കേതിക പദം ഉപയോഗിക്കുന്നത്. പോസ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ആശയങ്ങൾ പറയാൻ ആളുകളെ പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിൽ വരുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ കവിതയിൽ, പോസ്റ്റർ കവിതയിൽ കവിതയുണ്ടായിരിക്കണം, വരി കുറഞ്ഞാലും കവിതയുണ്ടായിരിക്കണം. അപ്പോൾ ആ രീതിയിൽ വളരെ എളുപ്പത്തിൽ ആളുകൾ അങ്ങനെ തങ്ങൾ പറയാൻ വിചാരിച്ച കാര്യം, ആ കാര്യം തങ്ങളെക്കാൾ നന്നായിട്ട് ഒരു കവി പറയുമ്പോൾ അത് ഷെയർ ചെയ്യപ്പെടും, അത് ലൈക്ക് ചെയ്യപ്പെടും, അത് കമൻറ്റ് ചെയ്യപ്പെടും. ആ രീതിയിലാണ് പോസ്റ്റർ കവിത വരുന്നത്. മാത്രമല്ല അതിന് സമകാലികതയുടെ ഒരു മുഴക്കമുണ്ടായിരിക്കണം, അത് ഹ്രസ്വമായിരിക്കണം, ഒന്നുകിൽ വൈകാരികമായിരിക്കണം, അല്ലെങ്കിൽ നർമ്മത്തിൽ ഉള്ള ഒന്നായിരിക്കണം. പിന്നെ താൻ പറയാൻ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നേക്കാൾ നന്നായി പറഞ്ഞു എന്നുള്ള ഒരു തോന്നൽ ഒരു വായിക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് ഈ പറയുന്ന ചെറു കവിതകൾ ഏറ്റവും ശക്തമായ, ഒരു പക്ഷേ 500 പേജുള്ള ഒരു പുസ്തകത്തേക്കാൾ, അല്ലെങ്കിൽ 10 പേജുള്ള ശക്തമായൊരു ലേഖനത്തെക്കാൾ കാർട്ടൂണ് പോലെ ആളുകളെ മനസ്സിൽ പതിയുകയും അവരുടെ സവിശേഷമായ സന്ദർഭത്തിൽ അത് പുനരാവിഷ്കരിക്കപ്പെടുകയും ചെയ്യും. സുഹൃത്തുക്കളോട് പറയുമ്പോൾ, പ്രസംഗവേദികളിൽ, ക്ലാസ് റൂമുകളിൽ, മറ്റു ചില സന്ദർഭങ്ങളിൽ, നോട്ടീസുകളിൽ ഒക്കെ കവിയുടെ പേര് വെച്ചും വെക്കാതെയൊക്കെ വരുന്ന രീതിയിൽ ഈ പോസ്റ്റർ കവിതകൾ വ്യാപകമായിരിക്കുകയാണ്. കാരണം അതും എന്താണ്, നമ്മുടെ പുതിയ സമൂഹത്തിൻ്റെ മാനസിക ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഈ പോസ്റ്റർ കവിതകൾ പോകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ചെറുകവിത നിസ്സാരമല്ല, അത് എഴുതാൻ വലിയ പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ ചില കവിതകൾ വളരെ ശക്തമാണ്. ഞാൻ നാട് വിടുമ്പോൾ ബസ്സിൽ എഴുതിയിരിക്കുന്നു ശ്രീ കാടാമ്പുഴ ഭഗവതി ഈ ബസ്സിൻ്റെ ഐശ്വര്യം. ഞാൻ തിരിച്ചു വരുമ്പോൾ ബസ്സിൽ എഴുതിയിരിക്കുന്നു ശ്രീ മാതാ അമൃതാനന്ദമയി ഈ ബസ്സിൻ്റെ ഐശ്വര്യം. ശ്രീ കാടാമ്പുഴ ഭഗവതി ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങിപ്പോയത്, ശ്രീ കാടാമ്പുഴ ഭഗവതി ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങിപ്പോയത് എന്ന ശ്രീജിത്ത് അരിയല്ലൂരിൻ്റെ കവിത ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ടാണ്. കാരണം അത് ചെറുതാണ്,
പക്ഷെ നമ്മുടെ നാട്ടുദേവതകൾ എന്തുകൊണ്ട് പോയി പോകുന്നു എന്നുള്ള ആളുകളുടെ ഉള്ളിൽ ആദി പെരുകുന്നതാണ്. അതിൻ്റെയൊക്കെ വിശദീകരണം എന്നുള്ള രീതിയിലാണ് ആ കവിതകൾ വരുന്നത്. അങ്ങനെ നൂറുകണക്കിന് കവിതകൾ, ഏതെങ്കിലും കുറച്ച് കവികളല്ല ഇപ്പോൾ കവിത എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ന്യൂ ജനറേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന അവരുടെ സംഘർഷങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ, എന്താണ് ആഗ്രഹങ്ങൾ ഒക്കെ എന്താണ് ഈ ചെറിയ ചെറിയ കവിതകളായിട്ട് വരുന്നുണ്ട്. അത് പഴയ കാലത്ത് അതിൻ്റെ രൂപം എന്നുള്ള തിരുവള്ളുവരുടെ ശ്ലോകങ്ങളായിട്ടും അതുപോലെ ഹൈക്കു കവിതകളായിട്ടൊക്കെ മുൻകാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച കുഞ്ഞുണ്ണി മാഷ്, നമ്മുടെ തന്നെ കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയുടെ ഒരു തുടർച്ചയായിട്ടാണ് വാസ്തവത്തിൽ പുതിയ കാലം ആവശ്യപ്പെടുന്ന രീതിയിൽ വലിയ കവികൾ പോലും ഇപ്പോൾ ചെറിയ കവിതകളാണ്. KG ശങ്കരപ്പിള്ളയുടെ അഭിമുഖം എന്ന് പറഞ്ഞ കവിത, ആരെയാണ് ഏറ്റവും ഇഷ്ടം? എന്നെ തന്നെ. അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നേയില്ലല്ലോ എന്ന കവിത ഉൾപ്പെടെ എന്താണ് പഴയ കാലത്ത് വലിയ കവിത എഴുതിയ കവികളൊക്കെ ലളിതം പോലുള്ള ചെറിയ കവിതയിലേക്ക് PP രാമചന്ദ്രൻ അടക്കം വരുന്ന ഒരു പരിസരം പുതിയ കാലത്തുണ്ട്. കവിത, നോവൽ, ലേഖനങ്ങൾ, ചിത്രങ്ങൾ, ബഹുവിധ ആവിഷ്കാരങ്ങളാണ് മാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇതിലൊക്കെ തന്നെ ഒരു 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 ജീവിതത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കലയെക്കുറിച്ചുള്ള ഒരു ഏക സങ്കല്പം മാഷ് അവതരിപ്പിക്കുന്നത് കണക്റ്റഡ് ആണ്, പലയിടത്തും കണക്റ്റഡ് ആയി പോകുന്ന ഒരു അവസരം അല്ലേ? അങ്ങനെ ഉണ്ടോ? അതായത് വാക്കുകൾ കൊണ്ട് പറയാനാവാത്തത് വരയിലും, ഞാൻ വരയ്ക്കുന്ന ഒരാളാണ്, വരയിലും വര കൊണ്ട് പൂരിപ്പിക്കാനാവാത്തത് വാക്കുകൾ കൊണ്ടും പറയാനുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും ഞാൻ നടത്തിയിട്ടുള്ളത്. അപ്പം അതിൽ ഇപ്പോൾ കവിത എന്ന് പറയുന്ന ഒരു മീഡിയം, അതിലാണ് പ്രധാനമായിട്ടും എൻ്റെ ഒരു കർത്തൃത്വം അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യക്തിത്വം എന്ന് ഞാൻ സ്വയം തിരിച്ചറിയാണ്. പക്ഷേ ചിലത് നമുക്ക് കവിതയിൽ മാത്രം പറയാനാവില്ല. അപ്പോഴാണ് ഇപ്പോൾ ഒരു കടലിൻ്റെ എത്രയോ കൊല്ലത്തെ 10-15 കൊല്ലത്തെ ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു കടൽ നോവൽ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ചെറിയ വരികളിലോ അല്ലെങ്കിൽ കുറഞ്ഞ വാക്കുകളിലോ പറയാൻ സാധ്യമല്ല. അപ്പോൾ ഒരു നോവൽ എന്ന് പറയുന്നത് ഒരു കഥാപാത്രത്തിൻ്റെ ആദിമധ്യാന്തങ്ങൾ അവതരിപ്പിക്കണം, അയാളുടെ ചിന്തകൾ, സ്വപ്നങ്ങളൊക്കെ അവതരിപ്പിക്കണം, അനേക കഥാപാത്രങ്ങൾ കടന്നു വരണം. അപ്പോൾ ഒരു ബൃഹദാഖ്യാനത്തിലേക്ക് നോവൽ പോകണം. പക്ഷേ എങ്കിലും കവിതയുടെ അംശങ്ങൾ ഈ നോവലിൻ്റെ ഉള്ളിലുണ്ട്. കാരണം അത് പ്രകൃതി വർണ്ണനയായിക്കോട്ടെ അല്ലെങ്കിൽ ഒരാളുടെ ചിന്തയായിക്കോട്ടെ, അതിലൊക്കെ കവിതയുടെ ഒരു അംശം കാത്തു സൂക്ഷിക്കാൻ അതിലെ ആ നോവൽ ഭാഷയ്ക്കുള്ളിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പല ആളുകളും വായിച്ച ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതൊക്കെ പറയുമ്പം തന്നെ നമ്മുടെ സഹകവികളുടെ എഴുത്തിനെക്കുറിച്ച് എഴുതേണ്ടതുണ്ട്, മറ്റ് നോവലിസ്റ്റുകളുടെ നോവലിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. പിന്നെ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ധാരാളം വായിക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് ക്ലാസ്സിൽ പറയുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് എൻ്റെ ഒരു ലേഖനം എഴുത്ത് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ സവിശേഷമായി ഫോക്ലോർ എന്ന് പറയുന്ന ഒരു വൈജ്ഞാനിക മണ്ഡലത്തിൽ ഗവേഷണം നടത്തുകയും അതുപോലെ തന്നെ അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ മട്ടിൽ ഫോക്ലോറിനെ കുറിച്ചുള്ള ലേഖനങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 9ഓളം പുസ്തകത്തിൽ, എൻ്റെ 32 പുസ്തകത്തിൽ 9ഓളം പുസ്തകം ഈ ഫോക്ലോർ എന്ന് പറയുന്ന ഒരു സവിശേഷമായിട്ടുള്ള നാടോടി വിജ്ഞാനം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ളതാണ്. അങ്ങനെ പല തലങ്ങളിൽ. പിന്നെ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രഭാഷകൻ്റെ കുപ്പായം എടുത്തണിയേണ്ട ഒരവസ്ഥയും വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ മാത്രം തീരുമാനിക്കുന്നില്ല, ഒരു സാമൂഹ്യ ആവശ്യം എന്നുള്ള നിലയ്ക്കാണ് ഈ തരത്തിൽ പലപ്പോഴും ലേഖനങ്ങളായിക്കോട്ടെ, കവിതകളായിക്കോട്ടെ, ചിത്രങ്ങളായിക്കോട്ടെ. ഇപ്പോൾ പാഠപുസ്തകത്തിലൊക്കെ ചിത്രങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും നിർബന്ധിക്കപ്പെടുന്ന അതാണ്. SCERT അവിടെ ക്യാമ്പ് നടത്തുന്ന സമയത്ത് ചിത്രം വരയ്ക്കാൻ 8ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്സിൽ, 9ാം ക്ലാസ്സിൽ, 12ാം ക്ലാസ്സിൽ പാഠപുസ്തകങ്ങളിൽ ചിത്രങ്ങളുണ്ട്. അല്ലാതെ എഴുത്തുകാരുടെ സ്വതന്ത്രമായിട്ട് ഇപ്പോൾ ബെന്യാമിൻ്റെ ഇരുണ്ട വനസ്ഥലികൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഞാനാണ് വരച്ചത്. VT ജയദേവൻ്റെ ഹരിതരാമായണം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഞാൻ വരച്ചത്. വിവേക് കാതർക്കൻ്റെ പുസ്തകങ്ങൾ വരച്ചിട്ടുണ്ട്. അങ്ങനെ പല ആളുകളുടെയും സാഹിത്യത്തിൻ്റെ ഒരു ഒരു ചിത്രപാഠം എന്നുള്ളത് ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ നാനാതരത്തിൽ ഇങ്ങനെയുള്ള ഒരു താല്പര്യങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, ഏതെങ്കിലും ഒന്ന് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആഴങ്ങളിൽ പോയിക്കൂടെ എന്നറിയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോറടിക്കാത്ത, വിരസമാകാത്ത ഒരു ജീവിതം സാധ്യമാക്കി തീർക്കുന്നത് ഇങ്ങനെ നാനാതരത്തിലുള്ള താല്പര്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോമൻകണ്ണൂർ കവിതകളുടെ ഒരു മാനിഫെസ്റ്റോ എന്ന് പറയാവുന്ന ഒരു കവിത ഈ പുസ്തകത്തിലുണ്ട്. അത് ആയതിനാൽ എന്ന കവിത അല്ലേ? അതെ 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 അതെ. കവിതയെക്കുറിച്ച് തന്നെ എഴുതിയ ധാരാളം കവിതകൾ എൻ്റെ കവിതാ പുസ്തകങ്ങളിലുണ്ട്. ഈ സമാഹാരത്തിലും അതുപോലത്തെ ഒരു കവിതയുണ്ട്. ആയതിനാൽ എന്നാണ് അതിൻ്റെ പേര്. കവികൾക്ക് വേണ്ടി എഴുതാറില്ല, കവിയശ പ്രാർത്ഥികളുടെ പരിദേവനങ്ങൾക്ക് കാതോർക്കാറുമില്ല. കവികൾക്ക് വേണ്ടി എഴുതാറില്ല, കവിയശ പ്രാർത്ഥികളുടെ പരിദേവനങ്ങൾക്ക് ഒരിക്കലും കാതോർക്കാറില്ല. വാക്കോ നിലവിളിയോ പുറത്തു വരാതെ ചിതറിപ്പോകുന്ന ചില മനുഷ്യരുണ്ട്. വാക്കോ നിലവിളിയോ പുറത്തു വരാതെ
ചിതറിപ്പോകുന്ന ചില മനുഷ്യരുണ്ട്. അവരുടെ ചിലമ്പിച്ച ഒച്ച മാത്രമാണ് ഞാൻ. അവരുടെ ചിലമ്പിച്ച ഒച്ച മാത്രമാണ് ഞാൻ. അവാർഡ് കമ്മിറ്റിക്കാർക്കല്ല, പത്രാധിപർക്കല്ല, നിരൂപകർക്കല്ല, കവികൾക്കല്ല, കവിയശ പ്രാർത്ഥികൾക്കല്ല, മറിച്ച് വാക്കോ നിലവിളിയോ പുറത്തു വരാതായി പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ ചിലമ്പിച്ച ഒച്ച മാത്രമാണ് ഞാൻ. ശരിയായ രീതിയിൽ ഗംഭീരമായ കവിത എന്ന് അവകാശപ്പെടുന്നില്ല, മറിച്ച് ആ മനുഷ്യരുടെ നിലവിളിയാണ്, ആ മനുഷ്യരുടെ സങ്കടങ്ങളാണ്, ആ മനുഷ്യരുടെ സംഘർഷങ്ങളാണ്, ആ മനുഷ്യരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളുമാണ് ചെറിയ വരിയിലൂടെ പറയാൻ ശ്രമിക്കുന്നതെന്ന് എൻ്റെ ഒരു കവിതയുടെ മാനിഫെസ്റ്റോ പോലെ പറയുന്ന ഒരു കവിതയാണിത്. അത്രമേൽ ആർദ്രമായി എന്ന ഈ സമാഹാരം ഇറങ്ങിയിട്ടിപ്പോൾ ഒരു മാസമായി ആവുന്നില്ല. ഒരു 2 ആഴ്ച ആണ് ഈ പുസ്തകം ഇറങ്ങിയിട്ട്. പക്ഷേ ഇതിൻ്റെ 500 കോപ്പി അടിച്ചതിൽ 450ഓളം കോപ്പി ഇപ്പോൾ വിറ്റഴിഞ്ഞു. കാരണം അത് ഏറ്റവും കൂടുതൽ ഈ പുസ്തകം ഏറ്റെടുക്കുന്നത് ന്യൂ ജനറേഷനാണ്. കാരണം അവർ ഈ +2 പ്രായത്തിൽപ്പെട്ട, ഫസ്റ്റ് ഡിഗ്രി പ്രായത്തിൽപ്പെട്ട വായനക്കാർ, കാരണം വായനയിൽ നിന്ന് പുതിയ തലമുറ അകന്നു പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് നമ്മൾ റാം കെ റഫ് ആനന്ദി പോലെ, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പോലെ, പ്രേമനഗരം പോലെ, ഒരിക്കൽ പോലെ കുട്ടികളിങ്ങനെ വായനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക് ഈ അത്രമേൽ ആർദ്രമായി വരുന്നു എന്ന് പല സ്കൂളുകളിലും പോകുന്ന സമയത്ത് +2 വിദ്യാർത്ഥികൾക്ക് ഈ പുസ്തകം അവർ ഏതെല്ലോ തരത്തിൽ അവർ വാങ്ങിയിട്ടുണ്ട്, അവരിൽ എത്തിയിട്ടുണ്ട്, അവർ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇത് യൗവനത്തിൻ്റെ പുസ്തകമാണ്, ചെറുപ്പക്കാരുടെ പുസ്തകമാണ്, പുതിയ കാലത്തിൻ്റെ പുസ്തകമാണ്. പുതിയ തലമുറ പങ്കുവെക്കുന്ന ആദി ഒക്കെ ചെറിയ വാക്കുകളിൽ, ചെറിയ വരികളിൽ ഏറ്റവും ഹ്രസ്വമായ ആഖ്യാന പദ്ധതിയിലൂടെ ആവിഷ്കരിക്കപ്പെട്ട ഒരു പുസ്തകമാണ് അത്രമേൽ ആർദ്രമായി.